ഡോക്ടർ ഹരി ഓക്കെ. ഇതിനകത്ത് ശ്രീ രവിശങ്കർ പറഞ്ഞതിനകത്ത് കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. എല്ലാ പ്രധാനപ്പെട്ട രാജ്യത്തെ മുഖ്യമന്ത്രിമാർക്കടക്കം Z+ കാറ്റഗറി ആണ് ഉള്ളത്. അപ്പോൾ ആ Z+ കാറ്റഗറി എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയല്ല തീരുമാനിക്കുന്നത്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് സ്വീകരിക്കുന്നത്. അതിനകത്ത് വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ അഭിപ്രായം പറയാം മുഖ്യമന്ത്രിക്ക്. തീർച്ചയായിട്ടും ഇത്തവണയും Z+ കാറ്റഗറിയിലാണ് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉള്ളതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ 2 വാഹനങ്ങൾ, ഒരു പൈലറ്റും ഒരു എസ്കോർട്ട് വാഹനവും, ഈ 2 വാഹനങ്ങളാണ് ഉള്ളത്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു വിഷയം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ അതിനത് കൃത്യമായിട്ട് പറഞ്ഞതുപോലെ അവിടുത്തെ ലോക്കൽ പോലീസ് കരിങ്കൊടി കാണിക്കാൻ വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള ശ്രീ AD തോമസിനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവരവിടെ കരിങ്കൊടി കാണിച്ചു, അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. പക്ഷേ ഈ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഈ സുരക്ഷാ ഭടന്മാർ എന്ന് പറയുന്ന ആളുകൾക്ക് വടി ഉപയോഗിക്കാനോ ലാത്തി ഉപയോഗിക്കാനുള്ള അവകാശമൊന്നുമില്ല. അതുമാത്രമല്ല, സൈഡിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന ആളുകളെ വണ്ടി നിർത്തി ഇറങ്ങി അടിക്കുക എന്നിടത്താണ് ഇതൊരു വിഷയമായി മാറുന്നത്. അവിടെയാണ് ഈ പ്രശ്നം. അതാണ് നിങ്ങൾ കാണേണ്ടത്. അതല്ലാതെ അവർ സ്വാഭാവികമായിട്ട് ഈ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായി ഇറങ്ങി വന്നതല്ല. ഈ പ്രൊട്ടക്ഷൻ്റെ ഭാഗമായി ലോക്കൽ പോലീസിനാണ് അതിൻ്റെ ചുമതലയുള്ളത്. ആ ലോക്കൽ പോലീസ് ആ ചുമതല കൃത്യമായി നിർവഹിച്ചു. അങ്ങനെ നിർവഹിച്ചവർ മാറി നിൽക്കുന്നപ്പോൾ അവരുടെ കയ്യിൽ യാതൊരു മാരകായുധങ്ങളും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ പറയുന്ന മാരകായുധം എന്ന് പറയുന്നത് ഈ കറുത്ത കൊടിയാണ്. ആ കറുത്ത കൊടി എന്ന് പറയുന്നത് അത് നമുക്കറിയാം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മാരകായുധത്തിനേക്കാൾ വലുതായിരുന്നു. അതായത് ഈ കറുപ്പ് കണ്ടാൽ, ഈ ചുവന്ന തുണി കണ്ടാൽ അല്ലെങ്കിൽ നിറം കണ്ട കാളയെ പോലത്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഈ കറുപ്പ് കാണുന്നത് എവിടെയും വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്, നമ്മളറിയാം, രാജാവിനേക്കാൾ വലിയ രാജഭക്തി. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം പട്ടാളക്കാരുടെ കയ്യിലെല്ലാം തോക്കുണ്ട്. അപ്പം ഞാൻ കാശ്മീരിലൊക്കെ പോകുമ്പോൾ 24/7 ഈ പട്ടാളക്കാരെ, തോക്കില്ലാത്ത പട്ടാളക്കാർ, അതും വലിയ മുഴുത്ത സ്റ്റൺ ഗൺ പോലുള്ള ഓട്ടോമാറ്റിക് AK-47 എന്ന് പറഞ്ഞിട്ട് കാണുന്നവനെയൊക്കെ വെടിവെക്കാനൊന്നും അവർക്ക് അവകാശമില്ല. വെടിവെച്ചാൽ അവർ ഉത്തരം പറയണം, എന്തിനു വെടിവെച്ചു എന്ന് പറയണം. അപ്പം ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇഷ്യൂവിനകത്ത് നമുക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് നമ്മൾ കണ്ടു. ആ മാറി നിൽക്കുന്ന ചെറുപ്പക്കാരെ വാഹനത്തിൻ്റെ പുറകെ പൈലറ്റ് എസ്കോർട്ടായിട്ട് വന്നിട്ടുള്ള ഈ സുരക്ഷാ ഭടന്മാർ ഇറങ്ങി വന്ന് ലാത്തി കൊണ്ടല്ല അവരെ മർദ്ദിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരുതരം PVC ടൈപ്പിലുള്ള ഒരു വലിയ നീളമുള്ള വെളുത്ത നിറത്തിലുള്ള സാധനമാണ്. അത് വെച്ച് തലക്കടിക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് വിഷയമുണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഏറ്റവും കൂടുതലായി നിയമപരമായി നിൽക്കുന്നത് എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വ രാഹിത്യമാണ് അവിടെ നമ്മൾ കാണേണ്ടത്. എന്നാൽ ചെയ്തവർ, അവർക്ക് ആവശ്യമില്ല, അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവരവിടെ ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത് കോടതിയാണ്. അപ്പം നമ്മൾ കേസ് കൊടുക്കാൻ പോയി. ഈ ചെറുപ്പക്കാർ 2 പേരും കൂടി പോയിട്ട് കേസ് കൊടുത്തിട്ട് കേസ് എടുക്കില്ല. അങ്ങനെ വന്നപ്പോഴാണ് അവർ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ കോടതി നമ്മളിപ്പോൾ ഒരു SIT നിയമിച്ചു. ആ SIT അന്വേഷിച്ചത് എന്താണെന്നറിയാമോ? പ്രാഥമികമായിട്ട് SIT അന്വേഷിച്ചത് ഈ കൃത്യവിലോപം അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഇതിൽ ചെയ്തിരിക്കുന്നത് എന്നാണ് അന്വേഷിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. ആ അന്വേഷണത്തിൽ അവർ കണ്ടെത്തി അവർ നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ കോടതിയുടെ മുമ്പിൽ വരുമ്പോഴാണ് നമ്മൾ പറയാതെ എന്താണ് വധശ്രമം എന്ന് പറയുന്ന കാര്യമൊക്കെ വരുന്നത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം, SITയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ജൂറിസ്ഡിക്ഷൻ എന്നൊരു സാധനമുണ്ട്. ആ ജൂറിസ്ഡിക്ഷൻ ഇപ്പോൾ തിരുവല്ലം പോലീസ് സ്റ്റേഷൻ, കരമന പോലീസ് സ്റ്റേഷൻ, ഫോർട്ട് പോലീസ് സ്റ്റേഷൻ, നമ്മളിപ്പോൾ ഇതിരിക്കുന്നത് കരമന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. കരമന ഇന്നത്തെ ഒരു പാലത്തിൻ്റെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മരുതൂർക്കടവ് എന്ന് പറയുന്ന പാലത്തിൻ്റെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ ഫോർട്ട് പോലീസ് സ്റ്റേഷനാണ്. ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരന് ഇവിടെ വന്നാൽ ഒരു അധികാരവും ഇല്ല എന്ന് പറയുന്നത് പോലെ അധികാര പരിധിക്ക് ഉള്ളിൽ നിൽക്കാത്ത കാര്യങ്ങൾ ഈ 5 പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചെയ്തു എന്നിടത്താണ് നിയമപരമായിട്ടുള്ള അവർക്ക് ഡിപ്പാർട്ട്മെൻ്റലായിട്ടുള്ള പണിഷ്മെൻറ്റ് അവർക്ക് എടുത്തു. അധികാര ദുർവിനിയോഗം. ആ അധികാര ദുർവിനിയോഗം നേരത്തെ ചെയ്യാൻ വരുന്നവർ ചെയ്തു എന്ന് അത് ആണ് കഴിഞ്ഞ സർക്കാർ, നിങ്ങളുടെ സർക്കാർ ചെയ്യാത്തത്. അത് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വളരെ കൃത്യമായി തന്നെ നമുക്കത് ചെയ്യാൻ പറ്റി. നിങ്ങൾ പറഞ്ഞതുപോലെ അതിന് മുകളിൽ അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിയമപരമായി ചെയ്യാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. പക്ഷേ ഈ പ്രശ്നം നേരിട്ട ഈ 2 ചെറുപ്പക്കാരുണ്ടല്ലോ, ആ ചെറുപ്പക്കാർക്ക് കോടതിയെ സമീപിക്കാം. ആ കോടതിയിൽ വരുമ്പോൾ ഈ റിപ്പോർട്ട്, ഇപ്പോൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടല്ല.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ അന്വേഷിച്ചിരിക്കുന്നത് എന്താണ്? ഡിപ്പാർട്ട്മെൻ്റലായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് അന്വേഷണ വിധേയമായിരിക്കുന്നത്. ആ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അനിൽ പറഞ്ഞതുപോലെ അധികാര ദുർവിനിയോഗം അവർ ചെയ്തിരിക്കുന്നു. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. ഇനി വരാൻ കിടക്കുന്ന സ്റ്റെപ്പുകളിൽ എന്താണ്? ഇനി വരാൻ കിടക്കുന്നത് പാരലായിട്ട് പോകും. ഒന്ന് നിയമപരമായിട്ടുള്ള കാര്യം, ഒന്ന് ഡിപ്പാർട്ട്മെൻ്റലായിട്ടുള്ള കാര്യം. പിരിച്ചുവിടുന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പരിഗണിക്കും. പക്ഷേ അത് പരിഗണിക്കണമെങ്കിൽ, സർക്കാരിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ, അങ്ങനെ പിരിച്ചു വിട്ടുന്നതിനെ ഇരിക്കട്ടെ, ഇവർ കോടതിയിൽ പോവും, അല്ലെങ്കിൽ ട്രൈബ്യൂണൽ പോവും. ട്രൈബ്യൂണൽ പോയി കഴിഞ്ഞാൽ അത് സ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്ത തരത്തിലായിരിക്കണം നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ വേണം എടുക്കാൻ. അല്ലാതെ നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് ആവേശത്തോടു കൂടി ഞാനോ അല്ലെങ്കിൽ നന്ദുവോ അല്ലെങ്കിൽ ശ്രീ അനിൽക്കോ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. പക്ഷെ നടപ്പാക്കണം, കൃത്യമായി തന്നെ നമുക്ക് നടപ്പാക്കാൻ കഴിയണം. എനിക്ക് ഉറപ്പുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം നമുക്കറിയാവുന്നതുപോലെ തോമസ് കൃത്യമായിട്ട് വീണ്ടും കോടതിയെ സമീപിക്കും. കോടതിയെ സമീപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ അത്തരത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടവർ ഇവരെ ശിക്ഷിച്ചാൽ, കോടതി ശിക്ഷിച്ചാൽ, പറഞ്ഞവസാനിപ്പിക്കാം. ഒരു മിനിറ്റ്. അപ്പൊ ഇവിടെ അവരെ കോടതി ശിക്ഷിച്ചാൽ അവർ ചെയ്തിരിക്കുന്ന തെറ്റ് കോടതി അവർ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, വധശ്രമം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് ആ ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ, അവർക്കെതിരെ കോടതി നടപടി എടുത്താൽ, കോടതി ശിക്ഷിച്ചാൽ അവരെ പിരിച്ചുവിടാം. ഞാൻ പറഞ്ഞു മനസ്സിലാകും. എങ്കിലും നമുക്ക് പിരിച്ചുവിടാൻ കഴിയുള്ളൂ. അല്ലാതെ ചുമ്മാ ഈ സർവീസിലുള്ള ആളുകളെയൊക്കെ നമുക്ക് സർക്കാർ വന്നു, സർക്കാർ മാറിയത് കൊണ്ട് അങ്ങ് പിരിച്ചുവിട്ട് കളയാം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി നന്ദു സൂചിപ്പിച്ചൊരു കാര്യം, നന്ദു പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ്. ഞാനതിനെ അംഗീകരിക്കുന്നു. ഈ മുൻ സർക്കാർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ശബരിമലയിൽ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസികൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള കേസുകളിൽ ഇന്നിപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വലിയ അതായത് നമുക്ക് ക്രിമിനൽ അല്ലാത്ത തരത്തിലുള്ള, ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടല്ലോ. സാധാരണ സ്ത്രീകൾ നാമജപ ഘോഷയാത്രയുടെ ഭാഗമായി ഇറങ്ങിയപ്പോൾ എടുത്ത കേസുമുണ്ട്, മനഃപൂർവ്വമായിട്ട് തലയിൽ തേങ്ങ എറിഞ്ഞ് കുഴപ്പമുണ്ടാക്കിയവരുമുണ്ട്. ഈ രണ്ട് കേസുകളിൽ മനഃപൂർവ്വമല്ലാത്ത അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റകരമല്ലാത്ത കേസുകൾ എല്ലാം പിൻവലിക്കാൻ സർക്കാർ ഉടൻ തന്നെ തീരുമാനമെടുക്കും. ഞാൻ മനസ്സിലാക്കുന്നത് വിത്തിൻ ഒരു 2-3 വീക്സ് ഉള്ള അടുത്ത ക്യാബിനറ്റിലോ അതിൻ്റെ അടുത്ത ക്യാബിനറ്റിലോ ഒക്കെ തന്നെ ആ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ആ ആശങ്കയും ആവശ്യമില്ല.